നമസ്കാരം. BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KG's Jewelry, കോട്ടയം കട, KG's Zain Silver Collections. നാടെങ്ങും വിവിധ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷം വാഴത്തോപ്പിൽ നടന്നു. മന്ത്രി PJ ജോസഫ് പതാക ഉയർത്തി. തൊടുപുഴ മുനിസിപ്പാലിറ്റിയും പൊതുവിദ്യാഭ്യാസ വകുപ്പും മർച്ചന്റ്സ് യൂത്ത് വിംഗും സംയുക്തമായി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ സ്വാതന്ത്ര്യദിന റാലി നടത്തി. സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമ നിർമ്മാണത്തിനുള്ള ഇരുമ്പും മണ്ണും ശേഖരണത്തിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം മറക്കുളത്ത് നടന്നു. പട്ടേൽ ഏകതാ ട്രസ്റ്റ് ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് അറക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴയിൽ ടൂറിസ്റ്റ് ഹോമിലെ കക്കൂസ് മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുകി. ടൂറിസ്റ്റ് ഹോം മാനേജറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓണം ടൗൺ പീപ്പിൾ ബസാർ തൊടുപുഴയിൽ ആരംഭിച്ചു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. KG's Jewelry, കോട്ടയം കട, KG's Zain Silver Collections. വാർത്തകൾ വിശദമായി. നാടെങ്ങും വിവിധ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷം വാഴത്തോപ്പിൽ നടന്നു. മന്ത്രി PJ ജോസഫ് പതാക ഉയർത്തി. ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷം വാഴത്തോപ്പിൽ നടന്നു. മന്ത്രി PJ ജോസഫ് പതാക ഉയർത്തി. തുടർന്ന് നടന്ന പരേഡിൽ മന്ത്രി സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. ജില്ലയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ചടങ്ങിൽ ആദരമർപ്പിച്ചു. ജോസ് ജോർജ് MP, MLA മാരായ റോഷി അഗസ്റ്റിൻ, KK ജയചന്ദ്രൻ, S രാജേന്ദ്രൻ, ES ബിജിമോൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MD തോമസ്, ജില്ലാ കളക്ടർ അജിത് പാട്ടീൽ, ജില്ലാ പോലീസ് സൂപ്രണ്ട് അലക്സ് M വർക്കി, തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, വിവിധ വകുപ്പുകളുടെ ജില്ലാതല മേധാവികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് നഗരസഭാ ഓഫീസിനു മുന്നിൽ ചെയർമാൻ AM ഖാരിദ് പതാക ഉയർത്തി. വൈസ് ചെയർപേഴ്സൺ ഷീജ ജയൻ, കൗൺസിലർമാരായ R ഹരി, സുബൈദ സെയ്ദ് മുഹമ്മദ്, പ്രൊഫസർ ജെസി ആന്റണി, ആരിഫ ഷംസുദ്ദീൻ, ജോസ് മഠത്തിൽ, നൈറ്റ്സി കുര്യാക്കോസ്, MA കരീം, TS രാജൻ, PG രാജശേഖരൻ, TJ ജോസഫ്, ജോർജ് താനിക്കൽ, മുനിസിപ്പൽ ഓഫീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യം നേടുമ്പോൾ ആ സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ ജീവൻ ബലിയർപ്പിച്ച ലക്ഷക്കണക്കിനായ ഭാരതീയരുണ്ട്. ആ ഭാരതീയരുടെ ബലിതർപ്പണത്തിൽ നമ്മുടെ ഭാവി തലമുറ ഇന്ന് അഭിമാനം കൊള്ളുകയാണ്. ആ നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇന്ന് പല ഘട്ടത്തിലും അത് ധ്വംസിക്കപ്പെടുന്നുണ്ടോ എന്ന് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടിയാണ് എന്നുള്ളത്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ 68ാമത് സ്വാതന്ത്ര്യദിനത്തിൽ ലോകമെമ്പാടുമുള്ള ഭാരതീയർ ആഘോഷത്തിമുറപ്പിലാണ്. ആ ആഘോഷത്തിൽ തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ മുനിസിപ്പൽ കൗൺസിലർമാർ പുഷ്പാർച്ചന നടത്തി. ചെയർമാൻ AM ഹാരിദ്, വൈസ് ചെയർപേഴ്സൺ ഷീജ ജയൻ തുടങ്ങിയവർ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പതാക ഉയർത്തി. അസോസിയേഷൻ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് പടിഞ്ഞാറകര, ഭാരവാഹികളായ ബേബി കൊറ്റാഞ്ചേരിൽ, ജോസ് വഴുതനപ്പള്ളി, P വേണു, PG രാമചന്ദ്രൻ നായർ, സുബൈർ S മുഹമ്മദ്, R രമേശ്, R ജയശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യം ലഭിച്ച ഏതൊരു രാജ്യത്തെക്കാളും ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക സേവന മേഖലകളിലെല്ലാം നമ്മുടെ രാജ്യത്തിന് ഉന്നതമായ പദവി നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളിൽ പലരും സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ജനിച്ചവരാകയാൽ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയുടെ അനുഭവങ്ങൾ നമുക്കില്ല. ഈ അവസരത്തിൽ പക്ഷേ നമ്മുടെ പൂർവികരായ അനേകം ആളുകൾ ജീവൻ ത്യജിച്ച് കഠിനമായ പ്രയത്നത്തിലൂടെ നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യ സമരം. കാരിക്കോട് നയനാരു പള്ളിയിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് പതാക ഉയർത്തി. പള്ളി ഇമാം കടക്കൽ അബ്ദുൾ റഷീദ് മൗലവി നേതൃത്വം നൽകി. തുടർന്ന് ഇമാം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കുട്ടികൾക്ക് മിഠായി വിതരണവും നടത്തി. വൈദേശിക കരങ്ങളിലായിരുന്നു നമ്മുടെ രാജ്യം വർഷങ്ങളോളം. അവരിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ മോചിപ്പിച്ച്
ലോകത്ത് ഏറ്റവും വലിയ പ്രശസ്തമായ ബഹുസ്വരതയുടെ രാജ്യമായി നാനാത്വത്തിൽ ഏകത്വം എന്ന ഏറ്റവും വലിയ തത്വം ലോകത്ത് പറഞ്ഞുകൊടുത്ത രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ. 68 വർഷങ്ങളായി നമ്മൾ ഈ സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ തുടങ്ങി. നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവരുടെ രക്തവും അവരുടെ ജീവിതവും ജീവനുമൊക്കെ ബലിയർപ്പിച്ച് നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് നമ്മളിന്ന് നമ്മുടെ രാജ്യം ആസ്വദിക്കുന്നതും അനുഭവിക്കുന്നതും. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് പതാക ഉയർത്തി. ഡെപ്യൂട്ടി തഹസിൽദാർ വി അബ്ബാസ് നേതൃത്വം നൽകി. പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്തര ബംഗ, വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗ, ഉജ്ജല ജലധി തരംഗ, തവ ശുഭ നാമേ ജാഹേ, തവ ശുഭ ആശിഷ മാഹേ, ഗാഹേ തവ ജയ ഗാഥ. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വികാരി ഫാദർ മാത്യൂസ് നന്ദളം സന്ദേശം നൽകി. തുടർന്ന് പതാക ഉയർത്തി മധുരവിതരണവും നടത്തി. നെയ്യശ്ശേരി ചീങ്കലിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ചീങ്കലിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയുടെ പരിസരത്ത് ആബാലവൃത്തം ജനങ്ങൾ ഒത്തുചേർന്നു. രാവിലെ ആരംഭിച്ച ചടങ്ങിന് നെയ്യശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻ ക്രെഡിറ്റ് യൂണിയൻ അംഗങ്ങളായ സ്വാന്തനം, അക്ഷയ യൂണിറ്റുകളുടെ കുടുംബശ്രീ അംഗങ്ങളായ നിറദീപം, തേജസ് എന്നിവയോടൊപ്പം അംഗൻവാടി അംഗങ്ങളും നേതൃത്വം നൽകി. പഞ്ചായത്ത് മെമ്പർമാരായ നിസാമോൾ ഷാജി, ആൻസി സോജൻ എന്നിവർ പതാക ഉയർത്തി. തുടർന്ന് ഘോഷയാത്രയും മധുരപലഹാര വിതരണവും നടത്തി. ചടങ്ങിൽ പി ജോസ് സ്വാഗതവും ആശ സൈമൺ നന്ദിയും പറഞ്ഞു. കുസുമിത ദ്രുമദള ശോഭിനി സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് മുതലക്കുളം ജയഹിന്ദ് ലൈബ്രറി നേതൃത്വത്തിൽ 2-വീലർ റാലി നടത്തി. തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി മുതലക്കുളത്ത് സമാപിച്ചു. തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടർ സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തി.
തൊടുപുഴ എക്സൈസ് ഓഫീസിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ CK സുനിൽരാജ് പതാക ഉയർത്തി. ഭാരതത്തിന്റെ 68ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി കൊടയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ജനമൈത്രി പോലീസ്, കുടുംബശ്രീ, ശരംകുത്തി റെസിഡൻസ് അസോസിയേഷൻ, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കോളപ്രയിൽ നിന്നും കാഞ്ഞാർ ടൗണിലേക്ക് വർണ്ണാഭമായ ഘോഷയാത്ര നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK മുരളീധരൻ, തൊടുപുഴ DYSP KM സാബു മാത്യു, തങ്കച്ചൻ കോട്ടക്കകത്ത്, ബ്ലോക്ക് ക്ഷേമകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിജയൻ, കൊടയത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ വിജയൻ, കാഞ്ഞാർ SI പയസ് K തോമസ്, ജനമൈത്രി സബ് ഇൻസ്പെക്ടർ TR രാജൻ, ശരംകുത്തി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജയരാജ്, കൊടയത്തൂർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സലീം വെള്ളുപ്പറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VC ബൈജു, റോജി ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നാനാജാതി മനസ്കരെ ഉൾക്കൊള്ളാൻ ഒരു കഴിവ് നമ്മുടെ ഭാരതത്തിന് പണ്ട് പോലെ ഉണ്ടായിരുന്നു. അതിന്നും കാത്തു സൂക്ഷിക്കുന്നു. ഈ 66 വർഷം സ്വാതന്ത്ര്യത്തിൻ്റെ 66 വർഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഉച്ചനീചത്വങ്ങളും അനാചാരങ്ങളും ജാതി ചിന്തകളും വെടിഞ്ഞ് നമ്മൾ ഒത്തൊരുമയായിട്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. നമ്മൾ ഈ 67 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോൾ കാണിക്കുന്ന ഈ നാനാത്വത്തിലേകത്വം ഇവിടെ ഈ കാഞ്ഞാർ പോലെ നമ്മളെ ഒരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ എല്ലാ മതസ്ഥരും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഒത്തുചേർന്ന് ഈ നടത്തിയ തൊടുപുഴ മുനിസിപ്പാലിറ്റിയും പൊതുവിദ്യാഭ്യാസ വകുപ്പും മർച്ചന്റ്സ് യൂത്ത് വിംഗും സംയുക്തമായി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ആഘോഷങ്ങളോടനുബന്ധിച്ച് തൊടുപുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സ്വാതന്ത്ര്യദിന റാലി നടത്തി. റാലി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാരിയൽ കൃഷ്ണൻ നായർ ഫ്ലാഗ് ഓഫ് ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിദ്, വൈസ് ചെയർപേഴ്സൺ ഷീജ ജയൻ, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അനില ജോർജ്, മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ ജമാൽ മുഹമ്മദ്, TA അഭിലാഷ്, CK ഷിഹാബ്, NCC, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, സ്റ്റുഡൻസ്, പോലീസ്, കോളേജ്, സ്കൂൾ വിദ്യാർത്ഥികൾ, സ്പോർട്സ് താരങ്ങൾ, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ രംഗത്തെ പ്രമുഖർ, വ്യാപാരികൾ, തൊഴിലാളികൾ എന്നിവർ റാലിയിൽ പങ്കെടുത്തു. സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമാ നിർമ്മാണത്തിനുള്ള ഇരുമ്പും മണ്ണും ശേഖരണത്തിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം അറക്കുളത്ത് നടന്നു. ജയ്ഹിന്ദ് ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ അറക്കുളം പഞ്ചായത്തിലെ മുതിർന്ന കർഷകൻ ചകണിയാംതടത്തിൽ ദേവസ്യയിൽ നിന്ന് ഇരുമ്പും മണ്ണും സ്വീകരിച്ച് അറക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം PA വേലുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഉപയോഗശൂന്യമായ കൊയ്ത്ത് അരിവാളിന്റെ ഒരു കഷ്ണവും ദേവസ്യയുടെ കൃഷിയിടത്തിൽ നിന്നുമുള്ള മണ്ണുമാണ് ദേവസ്യ വേലുക്കുട്ടനെ ഏൽപ്പിച്ചത്. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സർദാർ വല്ലഭായ് പട്ടേൽ ഏകതാ ട്രസ്റ്റ് ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് അറക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. വളരെ ബൃഹത്തായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെയും സ്വാതന്ത്ര്യ സമരത്തെയും അതിനുവേണ്ടി ജീവത്യാഗം ചെയ്ത ജനങ്ങളെയും സ്മരിക്കുന്നതിനും അവർക്ക് ഉചിതമായ സ്മാരകം നിർമ്മിക്കുന്നതുമായിട്ടുള്ള ബൃഹത്തായ പദ്ധതിയുടെ ഒരു ഘടകം, ജനങ്ങളെ അതിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം മാത്രമാണ് ഈ പ്രതിമാ നിർമ്മാണം എന്ന് പറയുന്നത്. വല്ലഭായ് പട്ടേൽ എന്ന് പറഞ്ഞാൽ കേവലം ഒരു സ്വാതന്ത്ര്യ സമര സേനാനി മാത്രമല്ല, അല്ലെങ്കിൽ ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി മാത്രമല്ല, ഇന്നത്തെ ഭാരതത്തിന്റെ ഏകതയുടെ പ്രതീകം, ബിംബം എന്ന് പറയുന്നത് അദ്ദേഹമാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മളൊരു പ്രതീകമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വിസ്മരിക്കപ്പെട്ടു പോയിട്ടുള്ള നിരവധിയായ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാൾ മാത്രമാണ് അദ്ദേഹം. അത്തരം ആളുകളെ സ്മരിക്കുന്നതിനുള്ള ബൃഹത്തായ ഒരു പദ്ധതി ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു.
ഇത് അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു കർഷകന്റെ മകനാണ്. അദ്ദേഹവും ഒരു കർഷകനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കാർഷിക വൃത്തിക്ക് അധിഷ്ഠിതമായി ഭാരതത്തിലെ കാർഷിക രീതിക്ക് മാറ്റം വരുത്തുവാൻ ഉതകുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു പരീക്ഷണശാല കൂടിയാണ് ഈ പ്രതിമാ നിർമ്മാണത്തോടൊപ്പം നടക്കുന്നത്. ഒരു സ്റ്റഡി സെന്ററും ഒരു യൂണിവേഴ്സിറ്റിയും അതോടൊപ്പം തന്നെ ഒരു പഠന കേന്ദ്രവും അതോടൊപ്പം നമ്മൾ ജയ്ഹിന്ദ് ലൈബ്രറി സെക്രട്ടറി TN നാരായണൻ, PA വിഷ്ണുദാസ്, D രാജീവ്, KG രതീഷ് കുമാർ, ബിജു വിജയൻ, KT മോഹൻദാസ്, അരവിന്ദ് കക്കാടിൽ, AN മോഹനൻ, സാവിത്രി അമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഓഗസ്റ്റ് 15 മുതൽ 31 വരെയുള്ള 2 ആഴ്ചക്കാലത്തേക്കാണ് മണ്ണും ഇരുമ്പും ശേഖരണം നടത്തുന്നത്. ഈ കാലയളവിൽ ജില്ലയിലെ 50 കേന്ദ്രങ്ങളിൽ പരിപാടികൾ നടക്കും. BBC ന്യൂസ് ഇടുക്കി. KG's Jewelry, കോട്ടയം കട, KG Zain Silver Collections. നാടെങ്ങും വിവിധ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷം വാഴത്തോപ്പിൽ നടന്നു. മന്ത്രി PJ ജോസഫ് പതാക ഉയർത്തി. തൊടുപുഴ മുനിസിപ്പാലിറ്റിയും പൊതുവിദ്യാഭ്യാസ വകുപ്പും മർച്ചന്റ്സ് യൂത്ത് വിംഗും സംയുക്തമായി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ സ്വാതന്ത്ര്യദിന റാലി നടത്തി. സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമ നിർമ്മാണത്തിനുള്ള ഇരുമ്പും മണ്ണും ശേഖരണത്തിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം മറക്കുളത്ത് നടന്നു. പട്ടേൽ ഏകതാ ട്രസ്റ്റ് ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് അറക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴയിൽ ടൂറിസ്റ്റ് ഹോമിലെ കക്കൂസ് മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുകി. ടൂറിസ്റ്റ് ഹോം മാനേജറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓണം ടൗൺ പീപ്പിൾ ബസാർ തൊടുപുഴയിൽ ആരംഭിച്ചു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. KG's Jewelry, കോട്ടയം കട, KG Zain Silver Collections. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക. www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.